ഓക്കെ, സോ വെൽക്കം എവ്രി വൺ. നമ്മുടെ വെളിപാടിൻ്റെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വെളിപാടിൻ്റെ 8-ാം അധ്യായമായിരുന്നു. നമ്മൾ 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു 7 കാഹളങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചു, അല്ലേ? അപ്പം അതിൻ്റെ 5-ാം കാഹളം വരെ 4-ാം കാഹളം വരെ നമ്മൾ വായിച്ചു, അവിടെ നിർത്തി. 5-ാം കാഹളം മുതലാണ് ഇന്ന് എടുക്കേണ്ടത്. എന്നാൽ നമുക്ക് ഒന്ന് റീട്രേസ് ചെയ്യാം. നമ്മൾ വേഗത്തിൽ ഒന്ന് വായിച്ചിട്ട് നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് 7 കാഹളമുള്ള ദൂതന്മാർ വന്നിട്ട് അത് ഊതുവാൻ ഒരുങ്ങിയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഈ കാഹളം ഊതുന്നത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നും ഇതൊരു അലഗോറിക്കൽ അല്ലേ, ഇത് ശരിക്കും അങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ കാഹളങ്ങൾ ഊതുമോ, അതോ നമുക്ക് തോന്നുന്നതാണോ, അല്ലെങ്കിൽ അതിന് വേറെ ഒരു രീതിയിലായിരിക്കുമോ? അതിന് നമുക്ക് വലിയൊരു എവിഡൻസ് കിട്ടുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഇനി വരാനിരിക്കുന്ന കാലത്തും ഈ കാഹളങ്ങൾ ഊതുകയും, ചിലത് സ്പിരിച്വലാണ്, ചിലത് നമ്മൾ കേൾക്കണം എന്നില്ല, പക്ഷെ നമ്മൾ കേൾക്കുന്ന കാഹളങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തിരുവചനത്തിൽ നോക്കിയാൽ അറിയാം. നമ്മൾ പുറപ്പാടിന്റെ 19-ാം അധ്യായം അതിന്റെ 16 മുതൽ 19 വരെ ഒന്ന് വായിക്കാം. പുറപ്പാടിന്റെ എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 16 to 19. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം നടക്കുവാണ്. ഇസ്രായേൽ ശരിക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭയപ്പാടുണ്ടാക്കിയ ഒരു ദിവസമാണിത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 3-ാം ദിവസം പ്രഭാതമായപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കനത്ത മേഘവും അത്യുച്ചത്തിലുള്ള കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. അപ്പോൾ ദൈവത്തെ എതിരേൽക്കുവാനായി മോശെ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്നു. യഹോവ അഗ്നിയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയതിനാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി അത്യുച്ചത്തിൽ ആയപ്പോൾ മോശെ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. ഇത് ഈ കാഹളധ്വനി എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ജനത ലൈവായിട്ട് കണ്ട ഒരു കാര്യമാണ്. അവർക്ക് ശരിക്കും യഥാർത്ഥമായി അവർ ഈ കാഹള ധ്വനി അവൾ കേൾക്കുകയുണ്ടായി. അത് വളരെ ഉച്ചത്തിലായിരുന്നു. അതിന്റെ സ്വരം കേട്ട് ആ കുന്നുകൾ അല്ലെങ്കിൽ ആ മൗണ്ടൻ വരെ ഒന്ന് വിറച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ മേലെയാണ് ദൈവത്തിന്റെ സ്വരം. അപ്പൊ നമ്മൾ ഈ വെളിപാടി കാണുന്നത് പല കാര്യങ്ങളും നേരത്തെ തന്നെ ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. വളരെ ചുരുക്കം കാര്യങ്ങളാണ് പുതുതായിട്ട് ഇവിടെ വരുന്നത്. ബാക്കി എല്ലാ വെളിപാടിലും, ബാക്കി നമ്മുടെ പഴയ നിയമത്തിൽ പല രീതിയിൽ ഇത് പരാമർശിച്ച് പോയിട്ടുണ്ട്. ഇതൊന്നും തന്നെ പുതുമയില്ല. അപ്പൊ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു കാഹളധ്വനിയാണ്. ഇപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നിടത്ത് ഒരു കാഹളധ്വനി വരാറുണ്ട്. അപ്പൊ ഇവിടെ വേറൊരു രീതിയിലാണ് കാഹളധ്വനി, വേറൊരു കാര്യത്തിലാണ് കാഹളം ഊതുന്നെങ്കിലും ഈ കാഹളധ്വനി ശരിക്കും കേൾക്കും. അപ്പൊ നമ്മൾ എടുക്കപ്പെടാൻ പോകുന്ന ആ നിമിഷത്തിൽ ഒരു കാഹളധ്വനി നമ്മൾ കേൾക്കുമെന്ന് പറയും. അത് കേൾക്കുക തന്നെ ചെയ്യും. അത് നമുക്കൊരു തോന്നലൊന്നും ആയിരിക്കത്തില്ല. ഇതേപോലെ ദൈവം തന്റെ ജനത്തിനെ വിളിക്കുമെന്ന് ഈ കാഹളധ്വനി ഒരിക്കൽ കൂടെ നമ്മൾ കേൾക്കും. ഇത് അത്ര ഈ ആദ്യത്തെ ധ്വനി കേൾക്കുമ്പോൾ, കാഹളം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ജനം താഴെയാണ്. അപ്പൊ ദൈവത്തിന്റെ ജനം മേലെ പോയി അവര് ഷോഫർ ഉപയോഗിച്ച് ഊതുന്നതല്ല. ഇത് ഏഞ്ചൽസ് തന്നെയാണ് ഇത് ഊതുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നു അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്ന് കാണിച്ചതാണ് ഈ കാഹളധ്വനി. അതിന്റെ സൗണ്ട് കേട്ട് തന്നെ അവരൊന്ന് നടങ്ങിപ്പോയി. അപ്പൊ ഇവിടെ നമ്മൾ 8-ാം അധ്യായത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാഹളധ്വനി വരുന്നതിന് മുമ്പ് എന്തുണ്ടായി? അരമണിക്കൂറോളം അവിടെ ഒരു മൗനത ഉണ്ടായിരുന്നു, ഒരു സൈലൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയും, സൈലൻസ് എന്താണ് എന്ന്, പലപ്പോഴും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്കൊരു ഐഡിയയും ഇല്ല എന്തൊക്കെയാണ് അവിടെ നടന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ നടന്നിരിക്കുന്നത്. എന്നാൽ തന്നെയും മൗനതയാണ് അരമണിക്കൂർ. എന്നിട്ടാണ് ഈ കാഹളധ്വനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ഞാനൊരു ടേബിൾ ഉണ്ടാക്കി. ആദ്യത്തെ കാഹളധ്വനിയിൽ എന്ത് സംഭവിച്ചു? രക്തം കലർന്ന എന്താണ് അങ്ങോട്ട് എറിഞ്ഞത്? രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയുടെ മേൽ ചൊരിഞ്ഞു. കൽമഴയും തീയും. ഈ കൽമഴയും ഒന്നും പുതിയതല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ഈ കൽമഴയും മുമ്പ് ഈജിപ്തിൽ വീണിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൽമഴയും തീയും കൂടെ ചേർന്ന്, പക്ഷെ ഇതിലൊരു രക്തമൊക്കെ വീഴുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. അപ്പൊ അതില് കൽമഴയുണ്ട്,
തീയുണ്ട്, രക്തം കൂടെ കലർന്നിരിക്കുന്നു. പക്ഷേ അതിൽ സംഭവിക്കുന്നത് ഭൂമിയിൽ മൂന്നിലൊന്ന് ഭൂമിയെ ഇത് അഫക്റ്റ് ചെയ്യും, മൂന്നിലൊന്ന് മരങ്ങളെ അഫക്റ്റ് ചെയ്യും, എല്ലാ പുൽമേടുകളെയും ഇത് അഫക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ എനിക്കൊന്ന് മിൽക്ക് ആൻഡ് ഡയറി ഓൾ വിൽ ബി എഫക്റ്റഡ്. കാരണം എന്താ, ഗ്രീൻ ഗ്രാസ് ആണ് പോകുന്നത്. ആ പുല്ല് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കഴിക്കാനൊന്നും കാണത്തില്ല. അപ്പം ഈ ആദ്യത്തെ കാഹളം സംഭവിക്കുമ്പോൾ ഒന്ന് ഭൂമിയെ അഫക്റ്റ് ചെയ്യുന്നു, രണ്ടാമത്തത് കടലിനെ അഫക്റ്റ് ചെയ്യുന്നു, പിന്നെ 3ഉം 4ഉം സംഭവിക്കുന്നത് സ്വർഗീയ തലങ്ങളിലാണ്, ഹെവൻസ് അല്ലെങ്കിൽ ആകാശ തലങ്ങൾ അല്ലെങ്കിൽ ഹെവൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ 4 ആക്ച്വലി മനുഷ്യനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഒരു എലിമെന്റ്സിനെ എല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആദ്യം ഭൂമിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്ട്ലി നമ്മളെ അഫക്റ്റ് ചെയ്യും, ഫൈനാൻഷ്യലി എല്ലാം നമ്മൾ അഫക്റ്റ് ചെയ്യുമെങ്കിലും മനുഷ്യനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നതല്ല ഈ ആദ്യത്തെ 4 കാഹളം. അതാണ് നമ്മൾ നോക്കിയത് അല്ലെ. അപ്പൊ ആദ്യത്തേല് കൽമഴ വന്നു, തീയോടുള്ള കൽമഴ വന്നു. രണ്ടാമത്തേതില് ഒരു വലിയ മലയാണ്, തീയോട് കൂടിയുള്ള മല. എനിക്ക് തോന്നുന്നത് മീറ്റിയോറൈറ്റ് ആകണം എന്നുള്ളതാണ്. കാരണം മീറ്റിയോറൈറ്റും പുതിയതല്ല. കാരണം എന്താ, നമ്മളെ ഡൈനോസേഴ്സിനെ എല്ലാം തൂത്ത് എറിഞ്ഞു കളഞ്ഞ ഒരു സാധനമാണ് ഈ മീറ്റിയോറൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സൈസ് ആക്ച്വലി ഒരു സയന്റിസ്റ്റ് അന്ന് വന്ന വീണ ആ മീറ്റിയോറൈറ്റിന്റെ ഒരു സൈസ് അവർ ആക്ച്വലി ഉണ്ടാക്കി. അതൊരു വലിയൊരു സിറ്റിയെക്കാട്ടി വലുതായിരുന്നു ആ കല്ല്. അതുകൊണ്ടാണ് അത് അത്രയും നാശനഷ്ടം ഉണ്ടാക്കിയത്. അതൊരു ഭയാനകമായ ഒരു സംഭവമായിരിക്കും. ഇത് രണ്ടാമത്തത് കടലിനെയാണ് എഫക്ട് ചെയ്യുന്നത്. കടല് രക്തമാകുമെന്നാണ് പറയുന്നത് അല്ലെ. ഇതും നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ വെള്ളം രക്തമാകും നമ്മൾ എവിടെ വായിച്ചിട്ടുണ്ട്? ഈജിപ്തിൽ ഇത് നടന്നിട്ടുണ്ട് ഒരിക്കൽ. അപ്പൊ അവിടുത്തെ മത്സ്യജാലകൾ എല്ലാം അഫക്റ്റഡ് ആവും. എവറി ഫിഷ് വിൽ ബി അഫക്റ്റഡ്. 1/3 അഫക്റ്റഡ് ആകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾ നന്നായിട്ട് മീൻ കഴിച്ചോ, പിന്നെ അങ്ങോട്ടുള്ള കാലത്തിൽ ഈ സമയം ഉണ്ടെങ്കിൽ മീനൊക്കെ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങും. ഓക്കെ. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 1/3 ഷിപ്സ് അല്ലെങ്കിൽ കടലിൽ പോകുന്ന ഈ ഷിപ്സ് അഫക്റ്റഡ് ആവും. അതായത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് വിൽ ബി ഹെവിലി എഫക്റ്റഡ് അല്ലെ. നമ്മുടെ ആമസോണും എല്ലാം വരുന്നത് ഷിപ്പിങ്ങിന്റെ ബേസിസിലാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ തന്നെ നമുക്ക് ട്രേഡിങ്ങിലും അല്ലാത്ത ഫൈനാൻഷ്യലി ലോകത്തുണ്ടാകുന്ന ചലനങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആരെങ്കിലും ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ചെറിയ യുദ്ധമോ അല്ലെങ്കിൽ ഷിപ്സിന് എന്തെങ്കിലും ഒരു എഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ എത്രത്തോളമാണ് ഓൺ എ ഗ്ലോബൽ ലെവൽ ഇത് എഫക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ രണ്ടാമത്തെ ഇത് ശരിക്കും ഫൈനാൻഷ്യലി എഫക്റ്റഡ് ആവും. കാരണം 1/3 കപ്പൽ എഫക്റ്റഡ് ആകാൻ പോകുന്നത്. മൂന്നാമത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഒരു സ്റ്റാർ ആണ് വന്ന് വീണുന്നത്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. അത് മൂന്നാമത്തെ കാഹളം ഒന്ന് വായിക്കാമോ? മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേരായിരുന്നു. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വേംവുഡ്. ഇവിടെ ഈ നേരത്തെ കടലിനെയാണ് എഫക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ പുഴകളെയും സ്പ്രിങ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അതായത് ഉള്ളിലേക്ക് പോയി അല്ലെ. മറ്റേ കടലിനെ എഫക്ട് ചെയ്തു. ഇപ്പോൾ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള നദികളും വെള്ള സ്രോതസ്സുകളെയാണ് ഇത് എഫക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ നദീ സ്രോതസ്സുകളെല്ലാം വളരെ കണ്ടാമിനേറ്റഡ് ആണ് അല്ലെ. നമുക്ക് ശരിക്കും പണ്ടത്തെ പോലെ പണ്ട് നമുക്ക് നദീ തീരത്തു നിന്നൊക്കെ വെള്ളം കുടിക്കാമായിരുന്നു, ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഹോസ്പിറ്റലിൽ ഒരു വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് കയറി ചെല്ലുന്നതായിരിക്കും നല്ലത്. കാരണം അത്രത്തോളം നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒന്നുമല്ല ഈ മൂന്നാമത്തെ കാഹളം ധ്വനി വരുമ്പോഴത്തേക്ക് 1/3 നമുക്ക് കുടിക്കാൻ പറ്റാതെ കുടിക്കുന്നവരെല്ലാം മരിക്കുക തന്നെ ചെയ്യും. ഈ വേംവുഡ് എന്ന് പറയുന്നതിന് വേറൊരു വാക്കുണ്ട്, ആബ്സിന്ത്. ആബ്സിന്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ആബ്സിന്ത് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ഒരു ആൽക്കഹോളിനെയാണ് ആബ്സിന്ത് എന്ന് വിളിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ ആബ്സിന്ത് എന്ന് പറയുന്നത്. അത് മനുഷ്യൻ കുടിച്ചു കഴിഞ്ഞാൽ സിവിയർ ഹാലുസിനേഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, വളരെ പ്രയാസമുള്ളതാണ്, ബിറ്റർ ആയിട്ടുള്ളതാണ്. ഈ വെള്ളം ബിറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ദൈവവചനത്തിൽ എവിടെയെങ്കിലും വായിച്ച ഓർമ്മയുണ്ടോ? വെള്ളം കയ്പുള്ളതായിട്ടുള്ള ഒരു സംഭവം
മെരീബ വെള്ളത്തിങ്കൽ മാറെ. അതെ, മാറായി വെച്ച്. അപ്പൊ അവിടെ വെച്ച് ദൈവം ഒരു പ്രതിവിധി പറയുന്നുണ്ട് അല്ലേ? ആ വെള്ളത്തിനെ മാറ്റി അത് കുടിക്കാൻ പറ്റുന്ന ഒരു പ്രതിവിധി കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രതിവിധികളൊന്നുമില്ല. ദർ ആർ നോ സൊല്യൂഷൻസ്. ഇത് കുടിക്കുന്നവർ മരിക്കും. കാരണം എന്തുവാ? ദിസ് ഇസ് ജഡ്ജ്മെന്റ് ഹാപ്പനിങ്. അതുകൊണ്ട് ഒരു സൊല്യൂഷനും ഇതിന് കൊടുക്കുന്നില്ല. നാലാമത്തെ സംഭവിക്കുമ്പോൾ ഇത് സ്വർഗീയ തലങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതാണ് അല്ലേ? സ്വർഗീയ തലങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഏതിനൊക്കെ എഫക്ട് ചെയ്യുന്നു? സൂര്യനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ചന്ദ്രനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നക്ഷത്രങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കിവിടെ കുറെ ദിവസം മഴയായിരുന്നപ്പോ കുറച്ച് നമുക്ക് സൂര്യപ്രകാശം വളരെ കുറവായിരുന്നു കിട്ടിയിരുന്നത്. എത്രത്തോളം നമ്മുടെ സിറ്റീസ് തണുത്തു എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ സൂര്യപ്രകാശം 1/3 എഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് വേണ്ടി ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടാവും ഈ ഭൂമിയിൽ. ശരിക്കും തണുത്ത് വിറയ്ക്കും ആ സമയങ്ങളിൽ. അതായത് ആദ്യം ദൈവം ഭൂമിയെ അടിച്ചു, രണ്ടാമത് കടലിനെ അടിച്ചു, മൂന്നാമത് വെള്ള സ്രോതസ്സുകളെ അടിച്ചു, നാലാമത് ഹെവൻസിനെ സ്വർഗീയ തലങ്ങളിലാണ് അടി വരുന്നത്. സ്വർഗീയ തലങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് നമുക്ക് 5ാമത്തെ കാഹളധ്വനിയിലോട്ട് വരേണ്ടത്. അത് നമുക്ക് 9 വായിക്കാം. നമുക്ക് 9-ാം അധ്യായം വായിക്കാം. 9-ന് 1 മുതൽ വായിച്ചോ. വാസിപ്പോയോ? ഞാൻ വായിക്കാം. 5ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്ന ഞാൻ കണ്ടു. അപ്പൊ ഇവിടെ യോഹന്നാൻ കാണുന്നത് ഭൂമിയിൽ ഒരു നക്ഷത്രം വീണ് കിടക്കുന്നത്. അതായത് ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, വീണ് കിടക്കുന്ന ഞാൻ കണ്ടു. അവൻ അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധ കൂപം തുറന്ന് ഉടനെ പെരുംചുളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുകിളി ഭൂമിയിൽ പുറപ്പെട്ടു. അപ്പം ആദ്യം സംഭവിക്കുന്നത് ഒരു നക്ഷത്രം വീണ് കിടക്കുന്നത് കണ്ടു. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഏഞ്ചലിന് എന്ത് കൊടുക്കുന്നു? ഒരു താക്കോൽ കൊടുക്കുകയാണ്. അപ്പൊ ആ താക്കോൽ നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത് പറയുന്നത്? കീ ടു ദ ബോട്ടംലെസ് പിറ്റ്. നിങ്ങൾ ആരെങ്കിലും കുങ്ഫു പാണ്ട കണ്ടിട്ടുണ്ടോ? ആനിമേഷൻ കുങ്ഫു പാണ്ട ആരും കണ്ടിട്ടില്ല. ഓക്കെ, അതില് ചില ഇമാജിനേഷൻസ് ചിലരുടെ ഇവരുണ്ടാക്കിയിരിക്കുന്ന എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കുമ്പോൾ പലതും വെളിപാടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ചൈനയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു മൃഗത്തിനെ ഒരു അഗാധ ധൂപത്തിൽ കെട്ടിയിടുന്നുണ്ട്. അവനൊരു ടൈഗർ പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ അവന്റെ മാസ്റ്ററിന്റെ എതിരെ തിരിഞ്ഞിട്ട് അവൻ മാസ്റ്ററിനെ കൊല്ലാൻ നോക്കിയതിന് അവരെല്ലാം കൂടെ പിടിച്ച് ഇവനെ ഒരു വലിയൊരു കിണറാ, ഒരു ബോട്ടംലെസ് പിറ്റ് എന്ന് തന്നെ പറയാം. അതിന് ചങ്ങല കൊണ്ട് 4 ദിക്കിലും വലിച്ച് ഞെരുക്കി വെച്ചിരിക്കുകയാണ്. അവന് അനങ്ങാൻ പോലും പറ്റത്തില്ല. അവന് കാലാകാലങ്ങളായിട്ട് അവനെ കെടുത്തിരിക്കുകയാണ്. ഏറ്റവും അവസാനം സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു തൂവല് ഇവനെ കുറിച്ച് ഒരു സാധനം ഒരു നോട്ടീസ് ചെയ്യാനായിട്ട് ഒരു ഗൂസ് പോലത്തെ ഒരു സാധനം ചെല്ലുന്നുണ്ട്. അവനത് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് അവന്റെ ഒരു ഫെദറാണ് ചെല്ലുന്നത്. ആ ഫെദർ ഉപയോഗിച്ചാണ് അവൻ ആ താക്കോല് പോലെ ഉപയോഗിച്ച് അവനെ തന്നെ തുറക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അവർക്ക് എവിടെ നിന്ന് ഈ ഐഡിയ കിട്ടി? ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ രൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അപ്പം കിട്ടിയതല്ല, അവന് നേരത്തെ ഉണ്ടായിരുന്നതല്ല, അവന് കൊടുത്തതാണ്. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അവൻ അത് തുറന്നു കഴിഞ്ഞപ്പോ എന്താണ് വരുന്നത്? പുക വന്നു കഴിഞ്ഞ് എന്ത് വന്നു? ഭൂമിയിൽ സൂര്യനും ആ എയർ കംപ്ലീറ്റ് ഡാർക്കൻഡ് ആയിട്ടാന്ന് പറഞ്ഞത്. അവിടുത്തെ ആ പുക കാരണം ആ പുകയിൽ നിന്ന് പിന്നെ കയറി വരുന്നത് ലോക്കസ്റ്റ് ആണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു വെട്ടുകിളി എന്നാണ് അല്ലെ? വെട്ടുകിളി കയറി വരികയാണ്. നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ പുകയിൽ നിന്ന് വെട്ടുകിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേടിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്ന് അതിന് കൽപ്പന ഉണ്ടായി. അപ്പൊ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാ? മനുഷ്യനെയാണ്. അപ്പൊ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ഓരോ ജഡ്ജ്മെന്റ്സും മനുഷ്യനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ടുള്ളതിനെല്ലാം ഇതിനെ 3 കഷ്ടങ്ങളായിട്ടാണ് വിളിക്കുന്നത്. കഷ്ടങ്ങൾ, ഇംഗ്ലീഷിൽ
3 wars ആണ്. അതായത് ഇതുവരെയുള്ള 4 ഇൻഡയറക്ട്ലി ആയിരുന്നു പ്രപഞ്ചത്തിലെ പല കാര്യത്തിനെ അല്ലെങ്കിൽ എലിമെന്റ്സിനെ അടിക്കുന്നതായിരുന്നു. ഇനി അങ്ങോട്ടുള്ള 3 ഡയറക്ട്ലി മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യും, മാൻകൈൻഡിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇനി അങ്ങോട്ടെല്ലാം കഷ്ടങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് ആദ്യത്തെ കഷ്ടമാണ്. അപ്പൊ ഇവിടുന്ന് എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതിന്റെ വെട്ടുകിളി കയറി വരികയാണ് ഇവിടുന്ന്. ഇതിനെ കുറിച്ച് അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ ആരെ അടിക്കാനാ അനുവാദം കൊടുത്തിരിക്കുന്ന? നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്തവർ, പിശാചിന്റെ മുദ്രയല്ല, ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്തവരെല്ലാരെയും ടോർമെന്റ് ചെയ്യാൻ, കൊല്ലാനല്ല, ആക്ച്വലി ദണ്ഡിപ്പിക്കാനാണ് സംഭവിക്കുന്നത്. അതിന് എത്ര സമയം? 5 മാസം സമയമാണ്. നമുക്കതൊന്ന് വായിക്കാം. അതിന് ഭൂമിയിലുള്ള തേളുകളുടെ ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചതായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൽ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലാതാനും മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഇത് വളരെ വളരെ സ്ട്രേഞ്ച് ആയിരിക്കുന്നു. അവർക്ക് മരിക്കാൻ അവർ ആഗ്രഹിക്കും, എന്നാൽ പോലും അവർക്ക് മരണം ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ഭയാനകമായ ഒരു കാലഘട്ടമാണ്. ഓക്കെ, ഈ സമയത്ത് ആൾക്കാർക്കുണ്ടാവുന്ന വേദന നമുക്കൊന്നും വർണ്ണിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ എത്ര നാളാ വേദന നിൽക്കും? 5 മാസം. അപ്പൊ ഇത് എന്തോ വളരെ സ്ട്രേഞ്ച് ആയിട്ട് സംഭവിക്കുന്നതാണ്. കാരണം മറ്റേ വെട്ടുകളിക്ക് നാശനഷ്ടം ഉണ്ടാക്കുകയെങ്കിലും നോർമൽ വെട്ടുകളിക്ക്, അല്ലെ, നമുക്കുണ്ടാകുന്ന നോർമൽ ലോക്കസ്റ്റിന് ധാന്യങ്ങളെയും നമുക്ക് അല്ലാത്ത കൃഷിയെ നശിപ്പിക്കാൻ പറ്റുമെങ്കിലും ഈ മനുഷ്യനേക്ക് വേദന ഉണ്ടാക്കുവാൻ അതിനെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇത് വേറെ എന്തോ തരത്തിലുള്ള ഒരു വെട്ടുകിളിയാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ദിസ് ഇസ് സംതിങ് വെരി ഡിമോണിക്. അപ്പൊ ഇത് നമുക്ക് അതിലേക്ക് വീണ്ടും വരാം. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലാതാനും മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുകിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. അപ്പൊ ദിസ് ഇസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സാധാരണ വെട്ടുകിളിയല്ല, അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സ്റ്റാർ വന്ന് വീണു, അല്ലെ? 9 നേരത്തെ വന്ന് വീണതല്ല, നമ്മൾ 8 വായിച്ചതല്ല, ഇത് 9-ാം അധ്യായത്തിൽ വായിച്ചതാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് തീർച്ചയായിട്ട് പോവാം, കാരണം അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവും. ഈ സ്റ്റാർ ആക്ച്വലി ഒരു ഏഞ്ചലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യശയാവിന്റെ അധ്യായം, ഐസിയ ചാപ്റ്റർ 14 14-ാം അധ്യായം, അതിന്റെ 12 മുതൽ 16 ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഐസിയ ചാപ്റ്റർ 14 വേഴ്സസ് 12 to 16. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നീ ഹൃദയത്തിൽ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഉയർത്തും. വടക്കേ ദിക്കിന്റെ അഗ്രഭാഗത്ത് സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ ഇത് പിശാചിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അവനെ വിളിച്ച ആ പേര് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അരുണോദയ പുത്ര എന്നുള്ളതാണ്, അല്ലെ? ഇംഗ്ലീഷില് അവനെ സ്റ്റാർ ആയിട്ട് തന്നെയാണ് ദ മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഡേ സ്റ്റാർ തന്നെ വിളിക്കുന്നത്. അപ്പം ഫോർ ഓൾ ഏറ്റവും വലിയ ഗസ് എന്ന് പറയുന്നത് സേറ്റൻ തന്നെയാണെന്നുള്ളതാണ്. ഈ 9-ാം അധ്യായത്തിൽ പറയുന്നത്, നേരത്തെ പറഞ്ഞ വേർമുഡ് അല്ല, ഈ 9-ാം അധ്യായത്തിൽ വീണ് കിടന്ന ആ സ്റ്റാർ. കാരണം യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ കണ്ടു പിശാച് ഒരു ലൈറ്റ്നിങ് പോലെ താഴോട്ട് വീണെന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഐസിയാവിൽ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവൻ എന്താണ് കൊടുക്കുന്നത്? ഒരു താക്കോലാണ് കൊടുക്കുന്നത്. എങ്ങോട്ടുള്ള താക്കോൽ? ഒരു ബോട്ടംലെസ് പിറ്റ്. അതിന്റെ പേര് അബൂസോ എന്നാണ്. ഈ അബൂസോ എന്ന വാക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം യേശു ക്രിസ്തു ഈ ഭൂതങ്ങളെ ഇറക്കുമ്പോൾ ഭൂതങ്ങള് അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ അബൂസിലോട്ട് നമ്മളെ വിടരുത് എന്ന് പറയുന്നുണ്ട്. ഈ ബോട്ടംലെസ് പിറ്റ്, ഈ ഈ കുഴിയിലേക്ക് നമ്മളെ വിടരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പിശാചിനെ 1000 വർഷം നാളെ പിടിച്ചിടുന്ന ഒരു ഭാഗമാണ് ഇതാണ്. അത് വെളിപാടിന്റെ 20-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ. വെളിപാട് 20-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ സൈറ്റൻ വിൽ ബി ഇംപ്രിസൺഡ് ഹിയർ. അപ്പൊ സൈറ്റനെ പിടിച്ചു വെക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. പക്ഷെ ഈ കീ കിട്ടുന്ന സമയത്ത് അവനാണ് അവിടുത്തെ രാജാവ് ഫോർ എ ടൈം ബീങ്. ഹി ഹാസ് അതോറിറ്റി.
ആ അഗാധ ധൂപത്തിൽ അല്ലെങ്കിൽ ആ ബോട്ടംലെസ് പിറ്റിൽ ആരൊക്കെ കിടപ്പുണ്ടോ അതിന്റെ അധികാരം ഒരു ലിമിറ്റഡ് ടൈം വരെ അവനുണ്ട്. അവന്റെ ആർമി അവിടെ നിന്നാണ് അവൻ റിലീസ് ചെയ്യുന്നത്. ആരുടെ ആർമി? സൈറ്റന്റെ ആർമി. ദൈവത്തിന്റെ ആർമി അല്ല, സൈറ്റന്റെ ആർമി അവിടെ നിന്ന് റിലീസ് ചെയ്യുവാണ്. അവിടെ നിന്ന് അതുകൊണ്ടാണ് ആ പുകയും ആ ലോക്കസ്റ്റും വരുന്നത്. ഇപ്പൊ നമ്മൾ ആ വെട്ടുകളെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ വെട്ടുകളെ കുറിച്ച് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നത് എന്തുവാ? അതിന് 5 മാസം ദണ്ഡിപ്പിക്കാനുള്ള ഒരു സമയം കൊടുക്കുന്നുണ്ട്. ആ 5 മാസമാണ് മനുഷ്യർ കഷ്ടതയോടെ പോകുന്നത്. പക്ഷേ അതിനെ കുറിച്ചുള്ള വർണ്ണന വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കത് വായിക്കാം. ഇത് വെളിപാടിന് 9-ാം അധ്യായം അതിന്റെ 6 മുതലാണ്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലാതാരും മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുകിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷ്യമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്, പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്, ചിറകന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേലുകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേലിനുള്ളതുപോലെ വാലും വിഷമുള്ള ഉണ്ട്. മനുഷ്യരെ 5 മാസം ഊതിരയിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആരാണ് അവന്റെ അവിടെ ഒരു രാജാവുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഇത് എടുത്താൽ നല്ലതായിരിക്കും. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. Proverbs chapter 30 verse 27. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. വെട്ടുകിളികൾക്ക് രാജാവില്ലെങ്കിലും അവയെല്ലാം അണിയണിയായി പുറപ്പെടുന്നു. ഇത് നാച്ചുറൽ നോർമൽ വെട്ടുകിളിയെ കുറിച്ചാണ് പറയുന്നത്. നോർമൽ വെട്ടുകിളിക്ക് രാജാവില്ല. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ വായിച്ചത് എന്താ? ഇതിനൊരു രാജാവുണ്ട്. രാജാവിന്റെ പേരെന്താണ്? ഗ്രീക്കിലും ഹീബ്രുവിലും ഗ്രീക്കിലും പറയുന്നു. ഒന്ന് അബാഡോൺ ആൻഡ് അപ്പോളിയോൺ. അതായത് യാതൊരു വിധത്തിലും ഇത് മിസ് ഔട്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് 2 രീതിയിലും അവര് പറയുന്നു. ഹീബ്രുവില് അബാഡോൺ, മറ്റേത് അപ്പോളിയോൺ. ദിസ് ഇസ് സൈറ്റൻ ഇറ്റ്സെൽഫ്. ഇത് സൈറ്റന്റെ ഒരു പേരിൽ ഒന്നാണ്. അപ്പൊ ഇവരുടെ രാജാവ്, ഈ വരുന്ന വെട്ടുകിളിയുടെ രാജാവ് ആരാണ്? സൈറ്റൻ തന്നെയാണ്, പിശാച് തന്നെയാണ്. അപ്പൊ പിശാചിന്റെ ആർമിയാണ് ഇത്. ദൈവം ഉണ്ടാക്കിയ വെട്ടുകിളി അല്ല ഇത്. This is kind of demonic army that is being released. ഇത് അഗാധ ധൂപത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, I feel it could be even something very microscopic. അതായത് പലതും നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഓരോ മൃഗങ്ങളുടെയും നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഫേസ് ഉള്ളതും ഇതുപോലെ തോന്നിക്കുന്നതുമുണ്ട്. കാരണം ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യന് വേദന കൊടുക്കുന്ന എന്തോ ആണ്. ഓൾറെഡി നമ്മൾ ഒരു കോവിഡ് സമയത്ത് ഇതിലൂടെ കടന്നുപോയി അല്ലേ? നമുക്കുണ്ടായ വേദന, നമുക്കുണ്ടായ ദണ്ഡന, നമുക്കുണ്ടായ പ്രയാസങ്ങൾ നമ്മൾ കടന്നുപോയി. വാട്ട് ഇഫ് ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് വൈറസ്? ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഐ വോണ്ട് യു ടു ഡു യുവർ ഓൺ സ്റ്റഡി. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്റ്റഡി ചെയ്യണം. പക്ഷെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാധനമായിരിക്കില്ല ഇത്. പിശാച് ഫ്രം ഹെൽ ഇറക്കുന്ന ഒരു സാധനം പോലെയാണ്. ഇത് മനുഷ്യന് വളരെയേറെ വേദന ഉണ്ടാക്കും, അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം ആയേക്കാം. പക്ഷെ ഇത് സാധാരണ വെട്ടുകിളിയല്ല, അത് ഉറപ്പിക്കാം. കാരണം ഇവനൊരു രാജാവുണ്ട്. അപ്പം ഇവന്റെ വളരെ ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട്. തലയിൽ ഒരു സ്വർണം കിരീടം പോലെ എന്തോ ഉണ്ട്. മുഖം മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ശക്തി എവിടെ? അതിന്റെ വാലിലാണ് ഇരിക്കുന്നത്. അതിന്റെ വായിലോ സിംഹത്തിന്റെ പോലെ പല്ലുകളുണ്ട് അല്ലെ? പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിര തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. ഇനി ഈ ലോക്കസ്റ്റും, ഈവൻ നോർമൽ ലോക്കസ്റ്റും ആക്ച്വലി അത് വരുമ്പോ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സൗണ്ട് ഉണ്ടാക്കിയാണ് പോകുന്നത്. ഇത് സൗദി അറേബ്യയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എന്തൊക്കെ ഉണ്ടോ അതിനെ എല്ലാം തിന്നുന്ന ഒരു സാധനമാണ്. പച്ചയായിട്ടുള്ള എല്ലാത്തിനെയും തിന്നുന്ന, എല്ലാ മരത്തിനെയും തിന്നോ അവിടെ ഒന്നും നാമാവശേഷമാക്കുന്ന ഒരു സാധനമാണ് വെട്ടുകിളി. പക്ഷെ ഇവിടെ എന്താണ്? പച്ചയായുള്ളതിനെ അല്ല തൊടുന്നത്, മനുഷ്യനെയാണ് തൊടുന്നത് 5 മാസത്തേക്ക്. സാധാരണ വെട്ടുകിളിയുടെയും ഏകദേശം ലൈഫ് സ്പാൻ 5 മാസം എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഈ ഡിമോണിക്കിനും 5 മാസം ദണ്ഡന കൊടുക്കാൻ ഒരു സമയം കൊടുക്കുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു ഈ ഡിമോണിക് എൻറ്റിറ്റീസ്. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി സൈറ്റന്റെ ഒരു ആർമി തന്നെയാണ്. ഇപ്പൊ താഴോട്ട് നമ്മൾ പോകുമ്പോൾ
അപ്പൊ അവന് എബ്രായ ഭാഷയിൽ അബാദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പോലോൻ എന്ന് പേർ. കഷ്ടം ഒന്ന് കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ളത് എല്ലാം കഷ്ടങ്ങളായിട്ടാണ് പറയുന്നത്. ഈ 4 കാഹളധ്വനി കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 കഷ്ടങ്ങളാണ്. എന്തുകൊണ്ടാണ് കഷ്ടങ്ങൾ? ഇത് മനുഷ്യനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നതാണ്. നമുക്ക് താഴോട്ടുള്ളത് വായിക്കാമോ? 13 മുതൽ. കഷ്ടം ഒന്ന് കഴിഞ്ഞു, ഇനി 2 കഷ്ടം. 6-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം, കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രട്ടിസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണ്ണമുള്ള കവചവും ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വാലിലും ആയിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാലത്രേ കേടുവരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും കഴിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാത്ത വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഇവിടെ വളരെ ഭയങ്കര സംഭവങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം. ഇത് നേരത്തെ നമ്മൾ വായിച്ചായിരുന്നു. ഇവിടെ ഏതാണ് ഈ കൊമ്പുകൾ? അത് വെളിപാടിന്റെ 8-ാം അധ്യായം 3-5 ഒന്ന് വായിക്കാമോ? വെളിപാടിന്റെ 8-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിഷ്ണന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. അപ്പൊ സെയിം ഓൾട്ടർ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെ? അവർ വിളിച്ചു പറഞ്ഞു ചില കാര്യങ്ങൾ. എത്ര നാൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം, എത്ര നാൾ നമ്മൾ ഇനി ശേഷിക്കുന്നുണ്ട് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് അവിടെ നിന്ന് ഒരു സ്വരം ഇനി പറയുന്നത്. അതിനുള്ള സമയമായി. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം, കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രട്ടോസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇവരെ ബന്ധിച്ചിരിക്കുകയാണ്. ഇത് മുന്നമേ പ്രിപ്പയർ ചെയ്തതാണ്. ഇറ്റ്സ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ്സ്. ഏതിനാ? ഈ സമയത്തിന്, ഈ കാലത്തിന് ഇതിനായിട്ട് മാത്രം അവനെ കെട്ടിയിട്ടേക്കാണ്. ഇനി എന്തുകൊണ്ട് യൂഫ്രട്ടസ് നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ പാപം സ്റ്റാർട്ട് ചെയ്തത് ദ ഫസ്റ്റ് സിൻ ഹാപ്പൻ ഇൻ യൂഫ്രട്ടസ്. മനുഷ്യനെ സംബന്ധിച്ച് അതിന്റെ തീരത്ത് തന്നെയായിരുന്നു ആദ്യത്തെ പാപം, അല്ലെ? ആദ്യത്തെ കൊലപാതകം. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് കാര്യങ്ങൾ, നമ്മുടെ മനുഷ്യന്റെ ഡെസ്റ്റിനി തന്നെ മാറുന്നത് ഈ യൂഫ്രട്ടസിൽ നിന്നാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ അടുത്ത സംഭവം തുടങ്ങുകയാണ്. ഇതിനെ റിലീസ് ചെയ്യുകയാണ്. പക്ഷെ ഈ സമയത്ത് ഇവരെ നേരിട്ട് വന്ന് അഫക്ട് ചെയ്യുന്ന ആരെയാണ്? 1/3 മനുഷ്യരെയാണ് അവർ കൊല്ലാൻ പോകുന്നത്. പിന്നെ അങ്ങോട്ടുള്ള എക്സ്പ്ലനേഷൻ മൊത്തവും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത് ആ കുതിരകളെ കുറിച്ചാണ്. പലരും ഇത് പല രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോഴും ഇതിലെ വിശേഷണം നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആ കുതിരകളെ കുറിച്ചാണ്. ആ കുതിരകളെ പുറത്ത് ഇരിക്കുന്ന മനുഷ്യരെ കുറിച്ചല്ല. പലരും ഈ പല രാജ്യത്തിൽ നിന്ന് വരുന്നതെന്ന് പറയുമ്പോഴും ഐ ഹാവ് മൈ ഡൗട്ട്സ് പേഴ്സണലി. കാരണം അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നിരിക്കുന്നത് ആ കുതിരകളാണ്. നമുക്ക് അതൊന്നും വായിക്കാം. ആ കുതിരയുടെ ഒന്ന് പറഞ്ഞേ.
കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. അത് ഏകദേശം 200,000 ആണ് കേട്ടോ. ഇത് ഏകദേശം അതായത് 2 മില്യൺ. ഇതൊരു ഹ്യൂമൻ ആർമി ആണോ എന്ന് ഐ ഡൗട്ട് ഇറ്റ് കുഡ് ബി. പക്ഷെ ആ പിന്നീടുള്ള ഡിസ്ക്രിപ്ഷൻ ആ കുതിരയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഐ ഓൾസോ ഹാവ് എ ഡൗട്ട് ഇറ്റ് കുഡ് ബി സംതിങ് എൽസ്. വായിച്ചോ. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണ്ണമുള്ള കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാൽ അത്രേ കേടുവരുത്തുന്നത്. അതായത് അതിലിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് യാതൊരു ഡിസ്ക്രിപ്ഷനും ഇല്ല. അവരെവിടെ നിന്നുള്ളതാണെന്നും യാതൊരു ഡിസ്ക്രിപ്ഷനും ഇല്ല. എന്നാൽ ആ കുതിരകളെ കുറിച്ച് ഇത്രയേറെ പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഐ ഹാവ് മൈ ഡൗട്ട്സ് വെദർ ദിസ് ഇസ് റിയൽ ആർമി ഓഫ് മെൻ. ദിസ് കുഡ് ബി എ കംപ്ലീറ്റ്ലി ഡിമോണിക് ആർമി. പിശാച് വെച്ചിരിക്കുന്ന ഒരു ഡിമോണിക് ആർമി ആകാം. അത് പല രൂപത്തിലാകാം മനുഷ്യനെ കൊല്ലുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഡയറക്റ്റ് ഒരു വാർ തന്നെ ആവണമെന്ന് ഇല്ല. ദിസ് കുഡ് ബി സംതിങ് എൽസ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഹോഴ്സസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ച ഒരു മിനിറ്റ്, ലെറ്റ്സ് ഗോ ബാക്ക് ടു നമ്മൾ 6ാമത്തേല്. അപ്പൊ ആദ്യത്തേല് എന്താണ് സംഭവിച്ചത്? 1/3 ഭൂമിയിലെ 1/3 അഫക്റ്റഡ് ആയിരുന്നു. 1/3 മരങ്ങൾ അഫക്റ്റഡ് ആയി. എല്ലാ പുൽമേടുകളും അഫക്റ്റഡ് ആയി. 2ാമത്തെ കാഹളധ്വനിയിൽ എന്ത് സംഭവിച്ചു? 1/3 കടൽ അഫക്റ്റഡ് ആയി, രക്തനിറമായി. പിന്നെ അതിലുള്ള മീനുകളെല്ലാം മരിച്ചു. ജീവജാലങ്ങളല്ല, കടലിലുള്ള ജീവജാലങ്ങൾ മരിച്ചു. 1/3 കപ്പൽ അഫക്റ്റഡ് ആയി. ഇതിനോട് ഇപ്പൊ തന്നെ ഏകദേശം ഫൈനാൻഷ്യൽ നമ്മുടെ മീറ്റ് ഡയറി എല്ലാം അഫക്റ്റഡ് ആയി, ഫിഷ് അഫക്റ്റഡ് ആയി, കൊമേഴ്സ് അഫക്റ്റഡ് ആയി. ഇത് വളരെ 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 ലോകം ഇസ് ഗോയിങ് ടു ഗോ ത്രൂ ഒരു എക്കണോമിക് കറ്റസ്ട്രോഫി എന്നാണ് പറയാം. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സമയമായി ഓൾറെഡി 2ാമത്തെ കാഹളധ്വനിയിൽ. 3ാമത്തേൽ സ്വർഗത്തിൽ നിന്ന് വീണ ഒരു നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ഇതാണ് വോംവുഡ് ആണ്. ഇതും നേരത്തെ വായിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട്. 2ാമത് വായിച്ചത് 9th ചാപ്റ്ററിൽ 9ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഇസ് സൈറ്റൻ ഹിംസെൽഫ്. അപ്പൊ 4ാമത്തേതില് ഹെവൻസിനെ അഫക്റ്റഡ് ആയി. അപ്പൊ ഭൂമിയെ അഫക്ട് ചെയ്തു, കടലിനെ അടിച്ചു, ഇനി സ്വർഗത്തിനെ അടിച്ചു. സ്വർഗങ്ങൾ അടിച്ചു, അല്ലെങ്കിൽ ആകാശ തലങ്ങളിൽ അടി നടക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. 5ല് എന്ത് സംഭവിച്ചു? ഒരു താക്കോൽ കൊടുക്കപ്പെട്ടു. ഒരു നക്ഷത്രം താഴേക്ക് വീണു. ആ വീണ് കിടന്ന നക്ഷത്രത്തിന് താക്കോൽ കൊടുത്തു. താക്കോലിന്റെ തുറക്കുന്നതിൽ നിന്ന് വലിയ ധൂപങ്ങൾ ഇറങ്ങി. ഇത് ഇരുണ്ടുപോയി സൂര്യൻ. ഇത് വീണ്ടും നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടോ? ഇതും ഈജിപ്തിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു പല രീതിയിൽ. ഈ ലോക്കസ്റ്റ് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ? ലോക്കസ്റ്റ് ഇറങ്ങി, ഈജിപ്തിൽ ഇറങ്ങി. നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ ഇവിടെ മരങ്ങളെ ഒരു ഗ്രീൻ അല്ലെ പച്ചയായ ഒന്നിനെയും തുടരുത് എന്ന് പ്രത്യേകം പറയുന്നു. 5 മാസം മനുഷ്യരെ ദണ്ഡിപ്പിക്കാൻ പറയുന്നുണ്ട്. ആരാണ് ദണ്ഡനയിലൂടെ കടന്നു പോകുന്നത്? ദൈവത്തിന്റെ നെറ്റിയിൽ മുദ്രയില്ലാത്ത ജനമാണ്. പക്ഷെ ഇത് സ്വയം മുദ്രയിടുന്നവരല്ല, ഇത് ദൈവം മുദ്രയിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. സോ ഐ ബിലീവ് the 144,000 and whoever is under the hand of God will not be affected. അവരെ ദൈവം മുദ്രയിട്ട് മാറ്റിയിരിക്കുന്നുണ്ട്. അവർ ഇതിൽ കൂടെ കടന്നു പോകത്തില്ല. നമ്മൾ നേരത്തെ വായിച്ച ഓർമ്മയുണ്ടോ? 144,000, 12,000 from the 12 tribes, they won't be affected. And I believe ഇതിൽ ആ സമയത്ത് രക്ഷിക്കപ്പെടുന്ന ഒരുപക്ഷെ വ്യക്തികൾ ഇതിൽ നിന്ന് ദൈവം മാറ്റുമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. 6ാമത്തെ സംഭവിക്കുന്നത് എന്തുവാ? ഒരു ദൂതൻ 4 ഏഞ്ചൽസിനെ റിലീസ് ചെയ്യണം അല്ലെ? അവരെവിടെ? യൂഫ്രട്ടീസ് നദിയിൽ. അവിടെ ഇപ്പോഴും അവരെവിടെയോ they are bound there അല്ലെ? അവരെവിടെയോ ദൈവം റിലീസ് ചെയ്യാതെ അതിനായിട്ട് വേണ്ടി മാത്രം മനുഷ്യനെ ഒരു 1/3 ഓഫ് ദ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നു. പക്ഷെ ഈ പ്രാവശ്യവും ഫയർ, സ്മോക്ക്, സൾഫർ, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത്. അവരുടെ വായിൽ നിന്ന് വരുന്ന 3 കാര്യങ്ങളുണ്ട്. ഫയർ, സ്മോക്ക്, സൾഫർ.
ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യർ മരിക്കാൻ പോകുന്നത് പറയുന്നത്. അവരുടെ വായിൽ നിന്ന് വരുന്നു. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണം എന്നില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആരൊക്കെയാണോ ജീവിച്ചിരിക്കുന്നത് അവർക്ക് യാതൊരു മാനസാന്തരവും ഉണ്ടാവുന്നില്ല. അതിന് ഒരു കാരണമുണ്ട്. ദൈവം അതിനൊരു ഭാഗം ഇട്ടുകൊടുക്കുന്നുമില്ല. ഇത് വീണ്ടെടുക്കുന്നതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി. ദിസ് ഇസ് ദ ടൈം ഓഫ് ജഡ്ജ്മെന്റ്. ദർ ഇസ് നോ ഔട്ട് ഓഫ് ദിസ്. പക്ഷെ മനുഷ്യര് ദേ ഹാവ് ഗോൺ ടു സച്ച്, അവരുടെ മനസ്സിൽ അവര് അത്രത്തോളം ദൈവത്തിനെ വെറുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് മാനസാന്തരം ഒന്നും ഒരു ഓപ്ഷനുമല്ല, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ഈ ആറാമത്തെ കാഹളധ്വനി സംഭവിക്കുമ്പോൾ മനുഷ്യൻ ഇതുവരെ കാണാത്ത അത്രയും വേദനയും പ്രയാസവും ഭൂമിയും മൊത്തം അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ടിട്ടും, ആ വേദനയും ആ പ്രയാസങ്ങളും ഈ ദുരിതമെല്ലാം കണ്ടിട്ടും മനുഷ്യൻ വീണ്ടും മാനസാന്തരപ്പെടുവാൻ തയ്യാറാവുന്നില്ല. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഈജിപ്തിലെ പ്ലേഗുമായിട്ട് ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഒന്ന്, വാട്ടർ വാസ് ടേൺ ടു ബ്ലഡ്, അല്ലെ? ഇത് എവിടെ എഴുതിയിരിക്കുന്നു? വെളിപാട് 8:8 വായിക്കാമോ? രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. 11:6 കൂടെ വായിക്കാമോ? 11-ാം അധ്യായം 6-ാം വാക്യം. 11 അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാത്തവണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും അധികാരമുണ്ട്. അപ്പൊ ഈജിപ്തിൽ നടന്ന 10 പ്ലേഗ്, അല്ലെ? 10 ബാധകളുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നിയത്, അതിന് 7 എണ്ണത്തിനെ വാർണിംഗ് ഉള്ളൂ. ബാക്കി 3 എണ്ണത്തിന് വാർണിംഗ് ഇല്ലാതെയാണ് വരുന്നത്. നിങ്ങൾ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ആ 10 പ്ലേഗിൽ 7 എണ്ണത്തിന് മാത്രമേ വാർണിംഗ് കൊടുക്കുന്നുള്ളൂ. ബാക്കി 3 എണ്ണത്തിന് വാർണിംഗ് കൊടുക്കുന്നേ ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ 7 നമ്മുടെ കാഹളധ്വനിയോട് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളും ഈജിപ്തിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പൊ വെള്ളം രക്തമായത് ഈജിപ്തിൽ പണ്ട് നടന്നിട്ടുണ്ട്, ബാധയിൽ നടന്നിട്ടുണ്ട്, വെളിപാടിൽ വീണ്ടും നടക്കുന്നു. പിന്നെ തവളകൾ, അത് നമുക്കറിയാം, അല്ലെ? ഈജിപ്ത് തവളകൾ കൊണ്ട് നിറഞ്ഞു എന്ന്. വെളിപാടിന്റെ 16-13 വായിക്കാമോ? മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇതെല്ലാം ഡിമോണിക് ബേസുകളാണ്. പക്ഷെ ഇതിന്റെ വേറൊരു രൂപത്തിൽ ഈജിപ്തിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. പിന്നെ അവിടെ നടന്ന വേറൊന്നാണ് വെട്ടുകളി. അത് നമ്മളിപ്പോ വായിച്ചല്ലേ, 9-ാം അധ്യായം 2-11 നമ്മളിപ്പോ അതിനെക്കുറിച്ച് വായിച്ചു. അപ്പൊ ഇവിടെയും വെളിപാടിൽ വീണ്ടും വെട്ടുകളി വന്നു. പിന്നെ ബോയിൽസ് ആൻഡ് പെയിൻസ്, അത് നമുക്ക് നോക്കാം. വെളിപാടിന്റെ ഇത് ഈജിപ്തിൽ സംഭവിച്ചു. ബോയിൽസ് ആൻഡ് പെയിൻസ് പോകുന്നതിന് മുമ്പ്, ഈ ഓരോ കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു വാർണിംഗും ദൈവം കൊടുത്തില്ല ഈജിപ്തിൽ. അത് പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു. പക്ഷെ വെളിപാടില് വീണ്ടും വരുന്നത് 16-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കാമോ? ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. അപ്പം നേരത്തെയും ഇത് ഈജിപ്തിലെ ജനം ഇതിലൂടെ കടന്നുപോയതാണ്. അവർ വ്രണങ്ങൾ കൊണ്ട് അവർ നിറഞ്ഞു. ഇവിടെ വീണ്ടും വെളിപാടിൽ ദുർവ്രണം വരുന്നുണ്ട്. ഇനി നമുക്ക് സ്വർഗത്തിൽ നിന്ന് കൽമഴ പെയ്തത്, അല്ലെ? അത് നമുക്കറിയാം. ഈജിപ്തിൽ നടന്നു. നമ്മൾ നേരത്തെ വായിച്ചു, വെളിപാട് 8-7 വായിച്ചു, അത് സംഭവിച്ചു. ഇനി ഇരുട്ട്, യെശയ്യാവിന്റെ 60-ാം അധ്യായം 2-ാം വാക്യം വായിക്കാമോ? ഐസയ ചാപ്റ്റർ 60:2. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനങ്ങളെ മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഇനി വെളിപാടിന്റെ 16-ാം അധ്യായം 10-ാം വാക്യം. അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവായി സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികൾ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ വീണ്ടും ഈ ഈജിപ്തിൽ നടന്നത് തന്നെ. അപ്പൊ വളരെയേറെ സിമിലാരിറ്റീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരുണ്ടു പോയതും വീണ്ടും സംഭവിക്കുകയാണ്. ഇനി നമ്മൾ ആൾക്കാർ മാനസാന്തരപ്പെടാതെ, അത് നമ്മൾ വായിച്ചു. അന്നും ഫറവോന്റെ ഹൃദയം
കാഠിന്യപ്പെട്ടു അല്ലെ. ആദ്യം ഫറവോൻ മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ല. എല്ലാം തകർന്നു പോയപ്പോഴാണ് ഫറവോൻ മാനസാന്തരപ്പെട്ടില്ല, വിട്ടുകളയാൻ സമ്മതിച്ചത് അല്ലെ. ദൈവത്തെ ജനത്തെ വിടാൻ അതിനു മുമ്പ് സമ്മതിച്ചില്ല. ഇവിടെയും വെളിപാടിലും അത് തന്നെ സംഭവിക്കുന്നു. ഒന്നും തന്നെ പുതിയതായിട്ട് സംഭവിക്കുന്നില്ല അല്ലേ. ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അനേകം പേര് മരിക്കുന്നത് അതും നമ്മൾ ഈജിപ്തിൽ കണ്ടു. 9-ാം അധ്യായം 15-ാം വാക്യത്തിലും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു ഭാഗം കൂടെ വായിക്കാം. ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ളത്. ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സസ് 1 to 5 to 6 വായിക്കാം. സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആപൽ സൂചന മുഴക്കുക. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം, പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജനം. അങ്ങനെയുള്ളത് പണ്ടുണ്ടായിട്ടില്ല. ഇനിമേൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം അത് ഉണ്ടാവുകയുമില്ല. അവരുടെ മുൻപിൽ തീ വിഴുങ്ങുന്നു, അവരുടെ പിൻപിൽ ജ്വാല കത്തുന്നു. അവരുടെ മുൻപിൽ ദേശം ഏദെൻ തോട്ടം പോലെ ആകുന്നു. അവരുടെ പിൻപിൽ ശൂന്യമായ മരുഭൂമി. അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും രക്ഷപ്പെടുന്നില്ല. അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ ആകുന്നു. അവർ കുതിര ചേവകരെ പോലെ ഓടുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജ്വാല പതിര് ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജലം പോലെയും തന്നെ. അവരുടെ മുൻപിൽ ജനങ്ങൾ നടുങ്ങുന്നു, സകല മുഖങ്ങളും വിളറിപ്പോകുന്നു. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിൽ ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം. അപ്പൊ ജോയലിന്റെ പുസ്തകത്തിൽ ഓൾറെഡി ഇത് എഴുതി വെച്ചു. ഇത് എന്തൊക്കെ നമ്മൾ ഇതുവരെ വെളിപാടിൽ കണ്ട എന്തൊക്കെ ഇതിൽ കണ്ടു? ഒന്ന്, കാഹളധ്വനി അല്ലെ, ബ്ലോ എ ട്രംപറ്റ് ഇൻ സയൻ, സിയോനിൽ കാഹളം ഊതുവിൻ. അപ്പം ഒന്ന് കാഹളം കണ്ടു. രണ്ടാമത് നമ്മൾ എന്ത് കണ്ടു? ഇരുട്ട് അല്ലേ. ആ ദേശത്ത് ഇരുട്ടും അന്ധകാരമുള്ള ഒരു ദിവസവും മേഘവും കൂരിട്ടുമുള്ള ദിവസം തന്നെ. അപ്പൊ വീണ്ടും ദ ഡേ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഗ്ലൂം, അത് വീണ്ടും വന്നു ഇവിടെ. അടുത്ത നമ്മൾ എന്ത് കണ്ടു? ഇതുവരെ മനുഷ്യർ കാണാത്ത പോലത്തെ ഒരു ദിവസമാണെന്ന് പറയുന്നത് അല്ലെ. ഇതുപോലത്തെ ഇനിയും അതിന് ശേഷം അതുപോലത്തെ ദിവസങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇതിന് ശേഷം ഇങ്ങനത്തെ ദിവസം കാണുന്നില്ല. പിന്നെ തീയുടെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ തീ നേരത്തെ വായിച്ചു അല്ലെ. തീ ജ്വാല ഒത്തോട് മലയത്തോട് വന്ന് വീഴുന്നുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു. അടുത്തത് എന്തുവാ? കുതിരകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ കുതിരയാണെന്നല്ല പറയുന്നത്, കുതിര പോലെ ഇരിക്കുന്ന എന്തോ ആണെന്നല്ലേ വായിക്കുന്നത്. 4 വായിക്കാമോ? അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെയും അവർ കുതിര ചേവകരെ പോലെയും ഓടുന്നു. ഇതും വെളിപാടുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീണ്ടും അതേ കാര്യമാണ് പറയുന്നത്. കുതിരയല്ല, കുതിരയെ പോലെ ഇരിക്കുന്നത് എന്തോ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴും ചില സാധനങ്ങൾ ഈ കുതിരയെ പോലെയും വേറെ പല ജീവികളെ പോലെയൊക്കെ ഇരിക്കും ഈ മൈക്രോസ്കോപ്പിനടി നോക്കിക്കഴിഞ്ഞാൽ. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ്. പക്ഷെ അതുങ്ങൾക്ക് വളരെയേറെ മനുഷ്യരെ കൊല്ലുവാൻ സാധിക്കും അല്ലേ. അത് നമ്മൾ തിരിച്ചറിഞ്ഞു ആക്ച്വലി. അപ്പം ഒരുപക്ഷെ അതായിരിക്കാം. അപ്പൊ അവര് കുതിരയെ പോലെ ഇരിക്കുന്നു. പിന്നെ 5, അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജ്വാല പതിര് ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജലം പോലെയും തന്നെ. അപ്പം ഇവിടെ നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതില് 4 കാഹളധ്വനി ഇൻഡയറക്ട്ലി മനുഷ്യനെ എഫക്ട് ചെയ്യുന്നതാണെങ്കിലും ആദ്യം ഭൂമിയെ എഫക്ട് ചെയ്തു, 2 കടലിനെ എഫക്ട് ചെയ്തു, 3 ആകാശങ്ങളെ എഫക്ട് ചെയ്തു. 3ഉം 4ഉം ചേർത്ത് 5ാമത് മുതലാണ് കഷ്ടങ്ങൾ തുടങ്ങുന്നത്. 5ൽ താഴോട്ട് വീണ് കഴിഞ്ഞിട്ട് 3 മനുഷ്യനുള്ള ദണ്ഡന. മനുഷ്യൻ മരിക്കുന്നില്ല, പക്ഷെ ആദ്യം വരുന്നത് ദണ്ഡന, ടോർമെന്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് മരണം സംഭവിച്ചു തുടങ്ങുന്നത്. അവിടെയാണ് 200,000 6ാമത്തെ കാഹളധ്വനി വന്നു കഴിയുമ്പോഴാണ് 200,000 ആർമി ഓഫ് ഹോഴ്സ്മെൻ എന്ന് പറയുന്നത്. ഹോഴ്സ്മെൻ എന്ന് പറയുമ്പോഴും നമുക്ക് വ്യക്തമല്ല
അത് കുതിരയെ പോലെ ഇരിക്കുന്ന എന്തോ ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെയുള്ളതെല്ലാം പോലെ തന്നെ ആറാമത്തെ കാഹള ധ്വനി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ട്, ഒരു ഇന്റർവെൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഏഴാമത്തെ കാഹള ധ്വനി വരുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? വെളിപാടിന്റെ 10-ാം അധ്യായവും 11-ാം അധ്യായവും നിങ്ങൾ വായിക്കുക. അപ്പൊ നമുക്ക് ഏഴാമത്തേലേക്ക് വരാം. കാരണം അവിടെയും വളരെ വളരെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടെ ഇതുവരെ ഭൂമിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിന്റെ വേറൊരു ഇന്റൻസിറ്റിയിലാണ് ഈ വെളിപാട് സമയത്ത് നടക്കുന്നത്. പണ്ട് നടന്ന ഒരു ഇന്റൻസിറ്റി ചെറിയ ചെറിയ രീതിയിലാണ് സംഭവിച്ചെങ്കിൽ ഈ വെളിപാട് സമയത്ത് സംഭവിക്കുന്നതിന്റെ ഇന്റൻസിറ്റി ഇസ് എൻ എ ടോട്ടലി ഡിഫറെന്റ് ലെവൽ. ജോയലിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത് പോലെ ഇതിനു മുമ്പോ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയം ഭൂമിയിൽ ഉണ്ടാകില്ല. അപ്പൊ ഈ നടക്കുന്നതിന്റെ എല്ലാം ഇന്റൻസിറ്റി വളരെ ഹൈ ആണ്. അതായത് ഈജിപ്തിൽ നടന്നത് വളരെ വളരെ ചെറുത്, അതിന്റെ എല്ലാം 10 മടങ്ങാണ് ഇനി സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ദൈവത്തിന്റെ ജനമേ, ഈ അഗാധ ധൂപത്തിൽ കിടക്കുന്ന ആരൊക്കെ എൻ്റെ അകത്ത് കിടക്കുന്നോ അതിന്മേൽ അധികാരം ആർക്കുണ്ടാവും? പിശാചിന് ഒരു സമയത്തുണ്ടാവും. അപ്പൊ നമുക്ക് അഗാധ ധൂപത്തിൽ പോയി കിടക്കണോ അതോ ദൈവസന്നിധിയിൽ പോയി ഇരിക്കണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സഭയ്ക്ക് ഒരുങ്ങുവാൻ ഒരു സമയം തന്നിരിക്കുന്നു. ഓരോ കാഹളധ്വനി നമുക്കുള്ളതല്ല, ഈ ഭൂമിയിലുള്ളവർക്കുള്ളതാണ്. ജീവന്റെ പുസ്തകത്തിൽ, അതായത് കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിരിക്കുന്നവർക്കുള്ളതല്ല ഈ കാഹളധ്വനി. ഈ കാഹളധ്വനി നമ്മൾക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. കാരണം എന്തുവാ? നമ്മൾ ഇതിൽ കൂടെ എല്ലാം കടന്നു പോകേണ്ടി വരും. ആ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയവർ ഇരിക്കുന്നത് കുഞ്ഞാടിന്റെ കൂടെയാണ്. പക്ഷെ അല്ലാത്തവർ, അതിൽ രാജാക്കന്മാരുണ്ടായിരിക്കാം, മനീരോഗത്തെ പല മനുഷ്യരുണ്ടായിരിക്കാം, പ്രഭുക്കന്മാരുണ്ടായിരിക്കാം, പ്രഗത്ഭന്മാരുണ്ടായിരിക്കാം. അവര് ആ ബോട്ടംലെസ് പിറ്റിലാണെങ്കിൽ അവർക്ക് ഒരു രാജാവേ ഉള്ളൂ. അതാരാണ്? അത് സൈറ്റൻ. അത് അവന് കൊടുക്കുന്നതാണ് അധികാരം. അതിനുശേഷമാണ് അവനും ആ കൂട്ടത്തിലുള്ള എല്ലാവരോടും ചേർന്ന് അവനെ വീണ്ടും അവിടെ കെട്ടിയിടുകയാണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഞാൻ ആ വീഡിയോ അതൊക്കെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ആ കുങ്ഫു പാണ്ടയിലെ ആ സീൻ അതെന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. അവർക്ക് എവിടെ നിന്ന് ഐഡിയ കിട്ടിയെന്നുള്ളത് ഒരുപക്ഷെ വെളിപാടിൽ നിന്ന് തന്നെയായിരിക്കണം ഐഡിയ. പലരും അവിടുന്ന് തീയും പൊയ്കയും വേദനയൊക്കെയാണ്. പലർക്കും ഈ ഹെലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പാർട്ടി നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് ഈ എല്ലാവരും കൂടെ ഒന്നിച്ചു പോയി ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത് പോലെയാണ് പലരും ഈ നരകത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ അവിടെ പോയി അടിച്ചു പൊളിക്കാം, അവിടെ നമുക്ക് ഒരു പാർട്ടി, നമ്മളെല്ലാവരും അവിടെ ഉണ്ടല്ലോ, അവിടെ എല്ലാവരും തീയിൻ്റെ അകത്തായിരിക്കും. അത് ഇറ്റ് ഇസ് നോട്ട് ദ ലേക്ക് ഓഫ് ഫയർ, അത് വേറെ. ഇവിടെ പുക, നാറ്റം, വേദന, എല്ലാ സകല ബാധകളും അവിടെയുണ്ട്. എന്നാലും പലപ്പോഴും മരിക്കുന്നുമില്ല. പക്ഷെ നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് സഭ സംസാരിക്കുന്നില്ല അല്ലേ? കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. പക്ഷെ നമ്മൾ ഒരുങ്ങുന്നില്ലെങ്കിൽ, നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട്, ദൈവവചനം അറിഞ്ഞിട്ട്, ഇനി നടക്കാൻ പോകുന്ന ഇതുപോലത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഇരുന്ന് കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ നമ്മൾ തോന്നിയ രീതിയിൽ ജീവിച്ചാൽ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഒരു പക്ഷേ അവിടെ പോയി കിടക്കേണ്ടി വരും. പണ്ടെങ്ങാണ്ട് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചപ്പോൾ കർത്താവ് വീണ്ടും നമ്മളെ ഞാൻ നിന്നെ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നു എന്ന് വിചാരിക്കരുത്. ഇവിടേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഈ അഗാധ ധൂപത്തിൽ ഇരിക്കുന്നത് അബാഡൺ, അപ്പോളിയോൺ, സൈറ്റൻ. യു വാണ്ട് ടു ബി വിത്ത് സൈറ്റൻ, യു വാണ്ട് ടു ബി വിത്ത് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. ചോയ്സ് ഇസ് യുവേഴ്സ്. ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ ആ ചോയ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കൂട്ടരുണ്ടോ, എന്ത് സംഭവിച്ചാലും മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടരുണ്ട് അല്ലേ? ഇത്രയൊക്കെ സംഭവിക്കും, യാതൊരു കുലുക്കമില്ലാത്ത ജനം അപ്പോഴും ഉണ്ട്. പലപ്പോഴും നമുക്കും ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മൾ എത്ര സത്യം കേട്ടിട്ടും കുലുക്കമില്ലാതെ നിൽക്കും. നമുക്ക് മാനസാന്തരവും വേണ്ട, ഒന്നും വേണ്ട. എന്തുകൊണ്ടാണ് നമ്മളെന്തിനാണ് കുത്തുന്നതെന്നായിരിക്കും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് കുലുക്കമില്ലാത്തവരെങ്കിൽ, വചനം കേട്ടിട്ട് യാതൊരു വ്യത്യാസമില്ലാത്തവരെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും.
നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലുള്ളതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പോകുന്നവരെന്തുവാ, അവരുടെ ജീവിതങ്ങൾ മാറ്റും. അവർ കേൾക്കുന്ന ഓരോ ബൈബിൾ സ്റ്റഡിയും ഓരോ വചനവും അവരനുസരിക്കുവാനും സ്വയം പ്രിപ്പയർ ചെയ്യുവാനും അവർ റെഡിയാവും. ദൈവത്തിന് ജനമേ, ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇത് വായിക്കുമ്പോഴെല്ലാം ഒരു വിറയലാണ്, എന്തായിരിക്കും ഈ ഭൂമിയിൽ നടക്കുന്നത്. ഇത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ എല്ലാം അഫക്റ്റഡ് ആവും, എല്ലാ ജീവജാലങ്ങളും അഫക്റ്റഡ് ആവും, എല്ലാം, എവ്രി വൺ, ദ റിച്ച്, ദ പുവർ, എവ്രി വൺ വിൽ ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. ഇതൊരു ഭയാനകമായ സമയമാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്. ഇന്ന് നമുക്ക് രക്ഷയുടെ ഒരു ദിവസമാണ്. എന്റെ സ്വരം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിലേക്ക് തിരിച്ചു വരിക. He is giving us time to repent, to come back and to prepare. സമയം വളരെ അടുത്തിരിക്കുന്നു. മണവാട്ടി എന്ന സഭ ഒരുങ്ങിക്കൊള്ളട്ടെ. ചെവിയുള്ളവർ കേൾക്കട്ടെ, ബുദ്ധിയുള്ളവർ ഗ്രഹിക്കട്ടെ. ആ യഹോവയുടെ സമയം എത്തിയിരിക്കുന്നു. അപ്പൊ ഇനിയുള്ള ഹോംവർക്ക് എന്താണ്? To read Revelation chapter 10 and verse 11. ഇപ്പൊ അടുത്ത സെഷനിൽ അത് വായിച്ചിട്ട് വരിക. വെളിപാട് ചാപ്റ്റർ 10 and 11. ഇതിനു മുമ്പ് നിങ്ങൾ ഇത് ഒരു റൗണ്ട് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് വീണ്ടും 3-4 വട്ടം വായിക്കുമ്പോഴേ ഇത് പിടികിട്ടത്തുള്ളൂ. കാരണം ആദ്യത്തെ ഈ മുദ്ര, പിന്നെ കാഹളം, കലശം, ആദ്യം ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു ബുക്ക് എടുത്ത് അത് സമാധാനമായിട്ടൊന്ന് അത് ഓരോന്നും നിങ്ങളൊന്ന് വായിച്ചിട്ട് ഒന്ന് എഴുതിയാൽ, നിങ്ങൾ തന്നെ ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഇത് മൂന്ന് കാര്യങ്ങളാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6ാമതിൽ എത്തുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടെന്നും അത് അടുത്ത സ്ഥാനത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുവാ? കലശങ്ങൾ. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. കലശങ്ങൾ വളരെ വളരെ ഭീകരം. അതായത് ഒന്നും സ്ലോ ഡൗൺ ചെയ്യുകയല്ല, ഇന്ന് ഇന്റൻസിറ്റി കൂടുവാണ്. ഇവിടെ തന്നെ ആദ്യത്തെ 4 നമ്മൾ വിചാരിച്ചു ഭയാനകമെന്ന് വിചാരിച്ചപ്പോൾ 4 ഒന്നുമല്ല. ആ 4 കഴിഞ്ഞിട്ട് വന്ന 3 ഭയാനകം. അതായത് വളരെ സ്ട്രക്ചേർഡ്, ഒരു അൽഗോരിതം പോലെ സാധനം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കയറുകയാണ്, ആ വേദനയും പ്രയാസവും. അപ്പൊ ദൈവം അതിനു മുമ്പേ നമ്മളെ ഓൺ ചെയ്യുകയാണ്, നിങ്ങൾ ഇതിൽ പെടരുത്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ചേർന്ന് കൊള്ളണം. അതിനായിട്ട് സഭ ഒരുങ്ങട്ടെ, വിശുദ്ധിയോടെ ജീവിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെളിപാട് നമ്മൾ വീണ്ടും വായിക്കുന്നത്. കാരണം അത് വരാനിരിക്കുന്ന രാജ്യത്തിനെ കുറിച്ചും വരാനിരിക്കുന്ന സമയത്തെ കുറിച്ചും ഓർക്കുമ്പോൾ നമുക്ക് അകത്തൊരു ഉൾവിളി ഉണ്ടാവും, ഇങ്ങനെ പോയാൽ ഞാൻ അവിടെ പോയി പെടും. അപ്പോൾ ജനമേ, ഇന്നൊരു ചോയ്സ് ഉണ്ട്. നിങ്ങൾ ടേക്ക് ദ ചോയ്സ്, ടേക്ക് ദാറ്റ് കോൾ ആൻഡ് ബി വിത്ത് ഗോഡ്. നമ്മുടെ ചിന്തകൾ മാറ്റുക, നമ്മുടെ രീതികൾ മാറ്റുക. നമ്മൾ ഈ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നിർത്ത്. അടിയും കാര്യങ്ങളും കുശുമ്പും കുന്നായങ്ങളൊക്കെ മാറ്റി വെച്ചേക്ക്. ഈ ലോകത്ത് നടക്കാൻ പോകുന്നത് വെച്ച് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് തയ്യാറെടുക്കാം. സഭയായിട്ടും വ്യക്തികളായിട്ടും കുടുംബമായിട്ടും നമുക്ക് തയ്യാറെടുക്കാം. ലെറ്റ് us get ready for our king is coming. ആ കാഹളനാദം കേൾക്കുവാൻ നമുക്ക് വാഞ്ചയോടിരിക്കാം. നമുക്ക് പേടിക്കേണ്ട സമയമല്ല. ആ കാഹളനാദം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതാ? ക്രിസ്തുവിലേക്ക് ചേർക്കുന്നവരുടെ കാഹളനാദം. ഈ കാഹളനാദമല്ല, ചേർക്കുവാൻ വേണ്ടി മധ്യാകാശത്തെ വന്ന് ഒരു വിളി വിളിക്കും. ആ ദൂതന്മാരെല്ലാം കൂടെ ചേർന്ന് ആ കാഹളധ്വനി വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കാതിരിക്കില്ല. ക്രിസ്തുവിന്റെ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം കേൾക്കാതിരിക്കില്ല. അത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തിന്റെ ദിവസമാണ്, ആഘോഷത്തിന്റെ ദിവസമാണ്, നമ്മുടെ കഷ്ടങ്ങൾ അവസാനിച്ച ദിവസമാണ്. ഈ ഭൂമിയോട് ഗുഡ് ബൈ പറയേണ്ട ഒരു സമയമായി. അതുകൊണ്ട് ഈ ഭൂമിയെയും ഈ ലോകത്തെയും ഒത്തിരി സ്നേഹിക്കേണ്ട, അത് വിട്ടുകളയാനുള്ള സമയമാണ്. അത് വിട്ടുകളയേണ്ടി വരും. അത് വിട്ടുകളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലോകത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ നമുക്കും സംഭവിക്കും. അതുകൊണ്ട് ഈ ലോകത്തെ അല്ല സ്നേഹിക്കേണ്ടത്, വരാനിരിക്കുന്ന ആ സ്വർഗീയ രാജ്യത്തിനെയാണ് സ്നേഹിക്കേണ്ടത്. അവിടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കാം. ലെറ്റ് us think about that kingdom. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് അതിനോട് വാഞ്ച ഉണ്ടാകത്തില്ല. അതിനോട് വാഞ്ച ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആകത്തില്ല. നമ്മൾ അതിന് പ്രിപ്പയർ ആവുന്നില്ലെങ്കിൽ ഈ ലോകത്തോട് നമ്മൾ ചേരേണ്ടി വരും. The choice is yours. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പാ, we thank you Lord. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക്
ഒരു വിങ്ങലോളം അല്ലാതെ ഇത് വായിക്കാൻ പറ്റില്ല. ആ ഭൂമിയിൽ ആ സമയത്ത് ആ ഉള്ള ജനങ്ങളും അവിടുത്തെ ജീവജാലങ്ങളും കടന്നു പോകേണ്ട കാര്യങ്ങൾ. അതാണ് ആ കുഞ്ഞാടിന്റെ ക്രോധം നമ്മൾ അറിയുന്നു. നിന്റെ ജനത്തെ തകർത്തവർ, ദൈവജനത്തിനെ കൊന്നവർ, അതിനെല്ലാം പകരം ചോദിക്കുന്ന ഒരു ദിവസം വരുന്നു. അത് ദൈവത്തിന്റെ, ഇറ്റ് ഇസ് ദ ഡേ ഓഫ് ദ ലോർഡ്. പക്ഷെ ഇന്ന് നമ്മളോട് ഈ വചനം പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഒരുങ്ങിക്കൊള്ളുക. സഭയെ ഒരുങ്ങിക്കൊള്ളുക, വ്യക്തികളെ ഒരുങ്ങിക്കൊള്ളുക. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫാമിലീസ്, ഗെറ്റ് റെഡി ഫോർ ദ കിങ് ഇസ് കമ്മിങ്. ഇത് വെറും ഒരു ഭാവന മാത്രമല്ല, ഇതൊരു ഫെയറി ടെയിൽ അല്ല. അവൻ വരും, അവൻ തന്റെ ജനത്തിനെ ഏറ്റെടുക്കും, അവന്റെ ക്രോധവും ഈ ഭൂമിയിലേക്ക് ഇറങ്ങും. നമുക്ക് മുന്നോട്ടുള്ള അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്തിൽ നിന്നുകൊണ്ട് അതിനായിട്ട് തയ്യാറെടുക്കുവാൻ അങ്ങ് സമയം തന്നിരിക്കുന്നു. അത് ഉപയോഗിക്കുവാൻ നമ്മളെ അനുവദിക്കണമേ. ഓരോരുത്തരുടെയും കണ്ണുകൾ തുറന്ന് എവിടെയാണ് അവർ ഓരോരുത്തരും നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് ചേർന്ന് നടക്കട്ടെ. We thank you once again for the word. We give everything at your feet. In Jesus Christ, mighty and matchless name we pray.